ശ്രീ രഞ്ജിത്ത്, ബി.ജെ.പിയെ സംബന്ധിച്ച് 100 വോട്ടുകളുടെ കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളെ സംബന്ധിച്ച് ആദ്യമായി ഇത് മത്സരിക്കണ്ടോ എന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. പക്ഷേ 8000 വോട്ട് എന്തായാലും ഉറച്ച വോട്ടെന്ന് പറയാവുന്ന സ്ഥിതിയാണെന്ന് തോന്നുന്നത്. ഇതെന്താണ് ആ തുടക്കത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിലുണ്ടായ പാളിച്ച, അതടക്കമുള്ള കാര്യങ്ങൾ ഈ വോട്ട് കുറയുന്നില്ല അല്ലെങ്കിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മോഹൻ ജോർജ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. അത് സാധ്യമാകാതെ പോയത് ആ നേതൃത്വം തീരുമാനമെടുക്കുന്നതിലെ ആ ഒരു കൺഫ്യൂഷൻ അല്ലേ, അത് ജനങ്ങളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയില്ലേ? അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡീൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം ഒരുപക്ഷെ കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെ. അതല്ല, അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി വിലയിരുത്തുന്ന സമയത്ത് ബി.ജെ.പിക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, UDF-ന് കഴിഞ്ഞ തവണ 78,527 വോട്ട് കിട്ടിയിരുന്നു. അതിൽ 1000-ഓളം വോട്ട് കുറവാണ് UDF-ന്. മാത്രമല്ല എൽ ഡി എഫിനെ സമയത്തോളം 81,227 വോട്ട് കിട്ടി. ഇത്തവണ 14,567 വോട്ട് കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറവാണ്. വോട്ട് വർദ്ധിച്ച പാർട്ടി എന്ന് പറയുന്നത് ബി.ജെ.പിക്ക്. രഞ്ജിത്ത്, അതിലൊരു പ്രശ്നം വെച്ചാൽ ഇതിപ്പോ ഈ 100 വോട്ടൊക്കെ കൂടിയത് വെച്ച് നമുക്കൊരു വോട്ട് വർധനയായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ഒരാളുകളുടെ കാരണം അവിടെ കഴിഞ്ഞ തവണ യുഡിഎഫിന് എതിരായി ആരാണോ മത്സരിച്ചത് ആ വ്യക്തി മത്സരിക്കുന്നത്. അത് മാത്രമല്ല CPM-ന് വേറൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. അപ്പൊ UDF-നെ സംബന്ധിച്ച് 2 എതിരാളികൾ നിൽക്കുകയാണ്. അപ്പം അവർക്ക് വോട്ട് കുറഞ്ഞു, 1000 വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നതിൽ ബി.ജെ.പിക്ക് ഒരു 100 വോട്ട് കൂടിയതിന് താരതമ്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലല്ല, ഇത്തവണത്തെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് UDF രാജ്യദ്രോഹ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വലിയ രാജ്യദ്രോഹ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതുപോലെ തന്നെ LDF, PDP പോലുള്ള രാജ്യദ്രോഹ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചതെങ്കിലും രാജ്യദ്രോഹ ശക്തികളുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായി UDF-ന്റെ വിജയം കണക്കാക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികൾക്കും UDF-ന്റെ കൂടി ആയിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ LDF-ന്റെ കൂടി ആയിരുന്നില്ല PDP. കഴിഞ്ഞ തവണ അവരുണ്ടായിരുന്നില്ല, ഇത്തവണ അവരുണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഈ ജമാഅത്തെ ഇസ്ലാമിയും കൂടി ഇല്ലെങ്കിൽ UDF എവിടെ കിടക്കുമായിരുന്നു? അതുപോലെ തന്നെ PDP ഇല്ലെങ്കിൽ LDF-ന്റെ വോട്ട് എവിടെ കിടക്കായിരുന്നു? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു കക്ഷികളുടെ വളർച്ചയോ തളർച്ചയോ അല്ലോ നിങ്ങളുടെ വിഷയം. മാത്രമല്ല പുതിയ വോട്ടർമാർ ഈ വർഷം, അതായത് ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 2021 ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വോട്ടർമാരുടെ കണക്ക് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്, പുതിയ വോട്ടർമാർ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാധീനം അത് ബലപ്പെടേണ്ടതാണ്, അത് ഈ വോട്ടെടുപ്പിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ കണക്ക് പറയുന്നത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ പറയാം, അങ്ങനെ അവകാശപ്പെടാം. പക്ഷേ അതല്ല, അജഗജാന്തര വ്യത്യാസമുണ്ടല്ലോ ശ്രീ രഞ്ജിത്ത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഒന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം കക്ഷിക്ക് വോട്ട് വർദ്ധിക്കുന്ന അസാധ്യമാണ്. നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാല ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്രം എന്താണ്. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വോട്ട് നിലനിർത്തുകയും ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ പറയുന്നത് 2021 ശേഷം 5 വർഷം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതൊക്കെ പറയുന്നതെങ്കിൽ ഇതേപോലെ തന്നെ UDF-ന് വോട്ട് വർദ്ധിക്കണ്ടേ? ഇതേപോലെ തന്നെ LDF-ന് വർദ്ധിക്കണ്ടേ? ബി.ജെ.പിക്ക് മാത്രമാണോ പുതിയ വോട്ട് വർദ്ധിക്കുന്നതിൽ പങ്കുകിട്ടുന്നത്? അല്ലല്ലോ. ഈ 3 കക്ഷികൾക്ക് വർദ്ധിക്കുന്നില്ലേ? ഈ 3 കക്ഷികൾക്കും വർദ്ധിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയിട്ടും UDF-ന് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. PDP-യുടെ വോട്ട് കിട്ടിയിട്ടും LDF-ന് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. എന്തിനാണ് പറയുന്നത്? CPM-ന്റെ ശക്തി കേന്ദ്രമായ പോത്തുകല്ല് പോലുള്ള പഞ്ചായത്തുകളിൽ എന്തായാലും അദ്ദേഹം പറയുന്നത് ബി.ജെ.പിക്ക് മാത്രമാണ് വോട്ട് വർദ്ധിക്കാൻ സാധിക്കും. 100 വോട്ട് തികച്ചില്ല, 140 വോട്ട് മറ്റോ ആണ്. അതിനൊരു വർധനയായി കണക്കാക്കാൻ കഴിയുമോ 5 വർഷത്തെ കാലയളവിൽ എന്നൊരു ചോദ്യമുണ്ട്.